മക്കിൾസ്, നമ്മളുടെ ഡാറ്റ പിക്ചേഴ്സ് അല്ലെങ്കിൽ വിവര ചിത്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ, ആ ഒരു സ്റ്റാർ ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിന് മുന്നേ മിസ്സിന്റെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്ലാസ് 7 മാത്സ് എക്സാം കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ നോക്ക്, ഈസി മാത്സ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വാട്സപ്പ് ചാനലിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ അങ്ങോട്ട് പോരും കേട്ടോ. അവിടെ ഒരുപാട് കുട്ടികൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2000-ലധികം കുട്ടികൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അതിൽ ഇല്ല എങ്കിൽ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോര്. നമ്മൾ അവിടെ ഒരുപാട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് മാത്സ് വാട്സപ്പ് ചാനൽ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, നേരെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ബാക്കി നമ്മൾ അവിടെ സെറ്റ് ആക്കും കേട്ടോ. അങ്ങനെയെങ്കിൽ ആ ഒരു സ്റ്റാർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവനാണ്. ചിൽഡ്രൻ പ്രിപ്പയർഡ് എ നാച്ചുറൽ ഡ്രിങ്ക്സ് ആസ് പാർട്ട് ഓഫ് എ ഹാപ്പി ഡ്രിങ്ക്സ് പ്രോഗ്രാം. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു പ്രിപ്പയർഡ് ഈച്ച് ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ് ഇസ് ഗിവൺ ബിലോ. ലെമൺ 50% ഓഫ് ചിൽഡ്രൻ ആണ്. 50% ഓഫ് ചിൽഡ്രൻ ലെമൺ ആണ്. ആൻഡ് ഹണി 20% ഓഫ് ചിൽഡ്രൻ ആണ്. ടെൻഡർ കോക്കനട്ട് 5% ഓഫ് ചിൽഡ്രൻ ആണ്. ആൻഡ് ക്യാരറ്റ് എന്ന് പറയുന്നത് 25% ഓഫ് ചിൽഡ്രൻ ആണ് മേക്ക് ചെയ്തിട്ടുള്ളത്. വാട്ട് പാർട്ട് ഓഫ് ദ ടോട്ടൽ ചിൽഡ്രൻ പ്രിപ്പയർഡ് ക്യാരറ്റ് ഡ്രിങ്ക്? ക്യാരറ്റ് ഡ്രിങ്ക് ടോട്ടൽ ചിൽഡ്രനിന്റെ എത്ര പാർട്ടാണ് ഓക്കെ ക്യാരറ്റ് ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? ഡ്രോ എ പൈ ഡയഗ്രം യൂസിങ് ദ ഗിവൺ ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഒരു പൈ ഡയഗ്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹാപ്പി ഡ്രിങ്ക്സ് പരിപാടിയുടെ ഭാഗമായ കുട്ടികൾ പ്രകൃതിദത്ത പാനീയങ്ങൾ തയ്യാറാക്കി. ഓരോ ഇനത്തിലുമുള്ള പാനീയങ്ങൾ തയ്യാറാക്കി കുട്ടികളുടെ എണ്ണം ശതമാനമായി കൊടുത്തിരിക്കുന്നു. പാനീയം നമ്മളുടെ ചെറുനാരങ്ങ 50%, തേന് 20%, ഇളനീര് 5%, ക്യാരറ്റ് 25%. ക്യാരറ്റ് പാനീയം തയ്യാറാക്കിയ കുട്ടികൾ ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ്? തന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വൃത്തചിത്രം വരയ്ക്കുക. ഈ വൃത്തചിത്രത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ നമ്മൾ ആ ഒരു പാർട്ട് ക്വസ്റ്റ്യനിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ മക്കൾ നേരെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്തായാലും 100% ഷുവർ ആണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇതേ വരുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, നിങ്ങൾ നേരെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ആ ഒരു എന്താണ് ഈ ടേബിൾ നമ്മൾ എടുത്തു വരയ്ക്കുന്നു. ഈ ടേബിൾ ഒന്ന് എടുത്തു വരയ്ക്കുന്നു. ജസ്റ്റ് ഇതൊന്ന് എടുത്തു വരയ്ക്കുന്നു. എന്നിട്ട് ആ ടേബിളിൽ എക്സ്ട്രാ 2 കോളംസും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. ഏത് വിവര ചിത്രം അല്ലെങ്കിൽ നമ്മളുടെ ഡാറ്റ പിക്ചേഴ്സ് വരയ്ക്കാൻ ചോദിച്ചാലും 2 കോളംസ് അധികം ആഡ് ചെയ്യുന്നു. നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഡ്രിങ്ക്സും % ഓഫ് ചിൽഡ്രനും ആണ് അല്ലെ. നമുക്ക് തന്നിട്ടുള്ളത് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പാനീയം തന്നിട്ടുണ്ട്, അതുപോലെ % ഓഫ് ചിൽഡ്രനും തന്നിട്ടുണ്ട്. ഓക്കെ, ചിൽഡ്രനും തന്നിട്ടുണ്ട്. അതായത് എന്താണ്? ലെമണ്, ഹണി, ടെൻഡർ കോക്കനറ്റ്, ക്യാരറ്റ് ആണ്. ലെമണ് അതായത് ചെറുനാരങ്ങ, തേന്, ടെൻഡർ കോക്കനറ്റ് ആൻഡ് ക്യാരറ്റ്. ഇതാണ് ഓക്കെ. എന്നിട്ട് മക്കൾ ഇതാ നോക്ക്, ഇതുപോലെ ലൈൻസ് വരച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ശതമാനത്തിലാണ് തന്നത്. 50%, 20%, 5, 25. ഓക്കെ, ഇനി നമ്മൾ എന്താ അറിയോ, ആദ്യം നമ്മൾ എഴുതേണ്ട ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭാഗം, എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രണ്ടാമത് നിങ്ങൾ എഴുതേണ്ട ആംഗിള് അല്ലെങ്കിൽ കോണ്. റെഡി? ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. റെഡി? ഈ 2 കോളത്തിൽ എഴുതി വെക്കേണ്ടത് ഇതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഭാഗത്തിൽ എഴുതാന്ന് വെച്ചാൽ ഈ ചിൽഡ്രൻ 50 അല്ലേ, നമുക്ക് ലെമൺ ഡ്രിങ്ക് ഉണ്ടാക്കിയ ചിൽഡ്രൻ 50 ആണ്. 50 ഡിവൈഡഡ് ബൈ എത്ര എഴുതാ? പാർട്ടിൽ എഴുതുന്ന 50 ഡിവൈഡഡ് ബൈ 100 ആണ്. ആക്ച്വലി ശതമാനത്തിന് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുകയാണെങ്കിൽ 50, നമ്മളിതൊക്കെ ശതമാനത്തിലാണ് തന്നിട്ടുള്ളത്. 50% എന്ന് പറഞ്ഞാൽ 50/100 ആണ് ഫ്രാക്ഷനിൽ. 20% എന്ന് പറഞ്ഞാൽ 20/100 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശതമാനം അങ്ങനെ ഒന്നും പഠിക്കാൻ എനിക്ക് ആഗ്രഹമില്ല മിസ്സേ എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ചോദ്യം തന്നാലും ഇത് ശതമാനത്തിലായിക്കോട്ടെ അല്ലാത്തതിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ നിങ്ങൾക്ക് 2 കോളംസ് ആയിരിക്കും നമ്മളുടെ വൃത്തചിത്രം വരയ്ക്കാനുള്ളതിൽ തന്നിട്ടുണ്ടാവുക. ഈ ഒരു കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവന്മാരെല്ലാവരെയും കൂടെ ഒന്ന് കൂട്ടുക. ഇത് 20 ആണ് അല്ലേ. ഓക്കെ, ഇവന്മാരെല്ലാവരെയും കൂടി ഒന്ന് ടോട്ടൽ ചെയ്യുക. എത്ര ടോട്ടൽ? 50ഉം 20ഉം 70 ആണ്. 75, 25 എല്ലാം കൂടെ കൂട്ടിയാൽ 100. അപ്പൊ എപ്പോഴും ഒരു വൃത്തചിത്രം വരയ്ക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ ടോട്ടൽ കൂട്ടുക. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള ആൾക്കാരുടെ ടോട്ടൽ ആകെ കൂട്ടുക. അങ്ങനെയെങ്കിൽ ഭാഗം എന്ന് പറയുന്നത് 100ൽ ആകെ 100 ആണ് ഉള്ളത്. 100ൽ 50 ആണ് ഇത്.
ഇനി ഇതെന്തായിരിക്കും 100-ൽ 20 ഇത്. ഇനി ഇതെന്തായിരിക്കും 100-ൽ 5 ഇവൻ, 100-ൽ 25 ഇത്. ഓക്കെ, അപ്പൊ എപ്പോഴും ആലോചിക്കുക എന്താ എഴുതേണ്ടത്, ഇവൻ ആരാണോ ഹരിക്കണം ഇതിന്റെ ടോട്ടൽ. ശതമാനത്തിലാണ് തന്നത് എങ്കിൽ ടോട്ടൽ എന്തായാലും 100 ഉണ്ടാവുള്ളൂ. ശതമാനത്തിലാണ് തന്നതെങ്കിൽ ടോട്ടൽ എന്തായാലും 100% ഷുവർ ആണ് 100 ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫ്രാക്ഷൻ ഒന്ന് ചെറുതാക്കി എഴുതണ്ടേ. 50/100 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? സിമ്പിൾ, 0 0 കട്ട് 2നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 1/2 എന്ന് വരും. അപ്പൊ ഇതെന്താണ്? 1/2. ഇതെത്രയാ വരിക? 20/100. ഇതുപോലെ തന്നെ 0 0 കട്ട് 2നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/5 എന്ന് കിട്ടും. അപ്പൊ ഇതെന്താണ്? 1/5. ഇനി അടുത്ത എന്താണ്? 5/100. 2നെ ഞാൻ 5 കൊണ്ട് ഹരിച്ചാൽ എന്താണ് സംഭവിക്കുക? 5/5 1 100/5 20 അപ്പൊ 1/20. ഇനി നോക്ക് 25/100. 2നെ എനിക്ക് 25 കൊണ്ട് ഹരിക്കാൻ പറ്റൂ അല്ലേ? അപ്പൊ 2നെ 25 കൊണ്ട് ഹരിച്ചാൽ എന്താ വരിക? 1/4. സോ എന്തായിരിക്കും ഇത്? റെഡി? അപ്പൊ നമ്മളുടെ ഫ്രാക്ഷൻ എഴുതി. ഇനി ആംഗിൾ എങ്ങനെയാ എഴുതാന്ന് വെച്ചാൽ ദാ ഇത്രയേ ഉള്ളൂ. ആംഗിൾ ഇത്രേ പരിപാടിയുള്ളൂ. ആംഗിൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഫ്രാക്ഷനിലെ അതിനെ 360 കൊണ്ട് ഗുണിക്കുക. എന്താണ് ഈ ഫ്രാക്ഷൻ? 1/5 × 360. ഇതെന്താ വരിക? 1/20 × 360. ഇതെന്താ? 1/4 × 360. ഇതാണ് ആള്. റെഡി? ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഒരു പ്രശ്നവുമില്ലല്ലോ, അപ്പൊ നിങ്ങൾ വിചാരിക്കും അല്ല മിസ്സേ എന്താ ഈ 360? എന്താ മിസ്സേ ഈ 360? നമ്മൾ വൃത്തചിത്ര വരയ്ക്കുന്നത്. ഒരു വൃത്തചിത്രം, ഒരു വൃത്തം വരച്ചു. വൃത്തം വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? നമ്മളുടെ കോമ്പസ് എടുത്ത് വൃത്തം വരയ്ക്കുക. ആ വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ ആംഗിൾസ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ എല്ലാ ആംഗിൾസും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രിയേ കിട്ടുള്ളൂ. ആ 360 നിങ്ങൾ അവിടെ കണ്ട 360 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 360 കൊണ്ട് ഗുണിക്കുക. ഇനി നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയായിരിക്കും കിട്ടുക എന്നുള്ളത്. അതായത് 1/2 × 360. നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം നോക്കുക. 360നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അത് ചെയ്തിട്ട് 1 കൊണ്ട് അത് ഗുണിച്ചാൽ മതി. 360നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഓ പറ്റും. 360/2 എന്ന് പറയുമ്പോൾ 180. അതായത് 1 × 180 180 ഡിഗ്രി ആയിരിക്കും. സോ ഇതെത്രയാണ്? 180 ഡിഗ്രി. ഇനി അടുത്ത് നോക്ക്. 1/5 × 360 എന്താ വരിക? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 360നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റുമല്ലോ. 36 എത്ര 5 ഉണ്ട്? 6 5 30 30. 60 എത്ര എണ്ണം ഉണ്ട്? 36 6 5 അല്ല 7 5 ആണ് അല്ലേ? 7 5 35. ഇനി 10 2 72 ഡിഗ്രി അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി. ഇനി അടുത്ത് നോക്ക്. 1/20 × 360. ഇതും അതുപോലെ ചെയ്യാം. 360നെ 20 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റല്ലോ. 18 ആണ്. അതായത് 1 × 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഡിഗ്രി ആയിരിക്കും. എത്രയാണ്? 18 ഡിഗ്രിയാണ്. ഇനി അടുത്തത് 1/4 × 360. 360നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ വരിക? 90 ആണ്. അതായത് 1 × 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അതും നമ്മൾ കോണുകളും കണ്ടു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ വൃത്തം വരച്ച് വെച്ചിട്ടുണ്ട്. ആ വൃത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു ലൈന് വെക്കുക, ഒരു ലൈന് വരയ്ക്കാം. ഓക്കെ, ഇനി ആ ലൈനിന് 180 ഡിഗ്രിയിൽ അടുത്ത ലൈന് വെക്കുക. നമുക്ക് 180 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മളുടെ പ്രൊട്രാക്ടർ എടുക്കുന്നു. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ഈ ലൈനിൽ കറക്റ്റ് വെച്ച് കൊടുക്കുന്നു. ഇവിടുന്ന് എത്ര എടുക്കേണ്ടത്? കറക്റ്റ് ഞാൻ വെച്ച് കൊടുത്തേ. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരെ. അതായത് എന്താണ്? നമ്മളുടെ സ്കെയിൽ വെച്ച് നേരെ ഒരു ലൈൻ. ഇതാണ് 180 ഡിഗ്രി. 180 ഡിഗ്രി. ഇതാണ് എന്ത്? നമ്മളുടെ ലെമൺ അല്ലെങ്കിൽ ചെറുനാരങ്ങയെ സൂചിപ്പിക്കുന്ന ഭാഗം ഈ ഒരു വൃത്തത്തിൽ. ഇനി അടുത്തത് എന്താണ്? നമ്മളുടെ ഹണി എത്രയാണ്? 72 ഡിഗ്രി. ആ 72 ഡിഗ്രി എങ്ങനെയാണ് വരയ്ക്കാന്ന് വെച്ചാൽ പുതിയതായിട്ട് വരച്ച ഈ മഞ്ഞ ലൈൻ ഇല്ലേ? പുതിയതായിട്ട് വരച്ച ആ മഞ്ഞ ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ഇതിനെ കൊണ്ടുപോയി വെക്കുക. മഞ്ഞ ലൈനിന് കൊണ്ടുപോയി വെക്കുക. അവിടെ മുതലുള്ള എത്ര ഡിഗ്രിയാണ്? നമുക്ക് 72 ഡിഗ്രി. 72 ഡിഗ്രി പറയുമ്പോൾ 0 10 60 70 72 പറയുമ്പോൾ ഏകദേശം ഇവിടെ വരെ. അപ്പോൾ ഈ 72 ഡിഗ്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈൻ വരയ്ക്കാം.
ഞാൻ വേറെ കളറിൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, 72 ഡിഗ്രി. ഇതാണെന്ത് ഹണി. ഇനി അടുത്ത എത്രയാണ്? 18 ഡിഗ്രി. അപ്പോൾ ഈ പുതിയതായിട്ട് വരച്ചിട്ടുള്ള എന്തിൽ വെക്കുക? ഗ്രീൻ കളറിലുള്ള ഇവമ്മലാണ് എന്ത് വെക്കേണ്ടത്? നമ്മളുടെ പൊട്രാക്ടർ വെക്കുന്നത്. എന്നിട്ട് 18 ഡിഗ്രി എന്ന് പറയുമ്പോൾ 15 കഴിഞ്ഞു, 16, 17, 18 ഇവിടെ വരെ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഗ്രി. ഓക്കെ, 18 ഡിഗ്രിയിൽ അടുത്ത ലൈൻ വരച്ചു. ഇതാണ് എന്ത്? നമ്മളുടെ ടെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഭാഗം എന്തായിരിക്കും? ക്യാരറ്റാണ്. ഇങ്ങനെയാണ് എന്ത് വരയ്ക്കേണ്ടത്? നമ്മളുടെ വൃത്തചിത്രം വരയ്ക്കേണ്ടത്. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഖത്തം ഹോഗയ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മിസ്സിന് ഒരൊറ്റ കാര്യം കൂടി എനിക്ക് വേണ്ടി ചെയ്തു തരണം. നമ്മളുടെ ക്ലാസ് 8 സൂപ്പർ ബാച്ചിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഏപ്രിൽ 6 മുതൽ തന്നെ നിങ്ങളെ 0 to hero ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏപ്രിൽ 6 മുതൽ നമ്മളുടെ ക്ലാസ് 8 സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ചേരുന്ന 2000 കുട്ടികൾക്ക് ഞങ്ങൾ 3799 രൂപയ്ക്കാണ് 4999 ബാച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഇപ്പോൾ പോയിട്ട് നിങ്ങൾ പൈസ തരണം എന്നൊന്നും അല്ല മിസ് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇപ്പോൾ നിങ്ങൾ എന്തായാലും മാത്സ് എക്സാമിൻ്റെ ടെൻഷനിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഒന്ന് ജസ്റ്റ് പോയി കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. നമ്മുടെ സൂപ്പർ ബാച്ചിൻ്റെ ഇപ്പോൾ ജോയിൻ ചെയ്താൽ 7ാം ക്ലാസ് ഞങ്ങൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് തരും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുഞ്ഞു ആഗ്രഹമെങ്കിലും ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഓഫർ അവിടെ ലോക്കാക്കി വെക്കുക എന്ന് നമ്മൾ ആലോചിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ഓഫർ ലോക്കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. അതിലൊന്ന് രജിസ്റ്റർ ചെയ്തിടുക കേട്ടോ. ആകെ 10 സെക്കൻഡിൻ്റെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ലീവ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇതിൻ്റെ അഭിപ്രായങ്ങളിലൊക്കെ കമൻറ്റിൽ അറിയിക്കണം. സോ അതുവരേക്കും ബൈ.